അവിടുന്ന് വഫാത്താകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ കൈവച്ചുകൊണ്ട് മഹദി ഒരു പാട്ടുപാടി, നബിയെ, ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ ശരിയാണെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SMF മലപ്പുറം ജില്ലാ കമ്മിറ്റി തിരുവസന്തം 15-ാം നൂറ്റാണ്ട് എന്ന പ്രമേയത്തിൽ നടത്തുന്ന റബീഉ സന്ദേശത്തിലാണ് നമ്മളുള്ളത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ പ്രധാന ഓർമ്മയായിരുന്നു ആമിന ബീവിയുടെ വഫാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 5 വയസ്സ് പ്രായമുള്ള സമയം മഹദിയായ ആമിന ബീവിയോടൊപ്പമുള്ള യാത്രയിൽ അബവായിൽ വെച്ചുകൊണ്ടാണ് ഉമ്മ ആമിന ബീവി മരണപ്പെടുന്നത്. അവിടുന്ന് വഫാത്താകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ കൈവച്ചുകൊണ്ട് മഹദി ഒരു പാട്ടുപാടി, ഇൻസഹമാ അബ്സറത്തു ഫിൽ മനാമി ഫഅൻത മബ്ഊസുൻ ഇലൽ അനാമി. നബിയെ, ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ ശരിയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലേക്കുള്ള പ്രവാചകൻ അങ്ങാണ്. മിൻ ഇൻദിൽ ജലാലി വൽ ഇക്റാമി തുബ്ആസു ഫിൽ ഹില്ലി വഫിൽ ഇഹ്റാമി. അള്ളാഹുവിൽ നിന്ന് ഭൂമിയിലേക്കുള്ള പ്രവാചകനായി അങ്ങ് നിശ്ചയിക്കപ്പെടും. ഹറമിലും അല്ലാത്ത ലോകത്തേക്കുമുള്ള റസൂൽ താങ്കൾ തന്നെയായിരിക്കും എന്നിങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ കൈവച്ചുകൊണ്ട് മഹദിയായ ആമിന ബീവി പാടുകയും ശേഷം ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ, ഞാൻ വഫാത്തായാലും എന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ ലോകത്ത് ബാക്കിയാകും. വഖദ് തറക്തു ഖൈറൻ വവലത്തു തുഹ്റ. ഏറ്റവും സംശുദ്ധനായ ഒരാളെയാണ് ഞാൻ പ്രസവിച്ചത്, ഏറ്റവും നല്ല മനുഷ്യനെയാണ് ഞാൻ ഭൂമിയിൽ ബാക്കി വച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആമിന റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുന്നത്. ഓർത്തു നോക്കൂ നിങ്ങൾ, ആ മഹദി എത്ര വലിയ സൗഭാഗ്യവതിയ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവിടുത്തെ ശരീരം ചേർന്നിരിക്കുന്ന മദീന മുനവ്വറയിലെ മണ്ണല്ലേ ഈ ഭൂമിയിൽ ഏറ്റവും നല്ല മണ്ണ്? എങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 10 മാസത്തോളം ഗർഭം ചുമന്ന മഹദിയായ ബീവി ആമിന റളിയല്ലാഹു അൻഹ എന്ന ഹബീബിൻ്റെ ഉമ്മയേക്കാളേറെ വലിയ സൗഭാഗ്യവതി ഭൂമിയിൽ ആരാണ്? ഭൂമിയിലെ സ്വർഗമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന സ്ഥലം മുതൽ മിമ്പർ വരെയുള്ള സ്ഥലം. ഖിയാമത്ത് നാളിലും ആ സ്ഥലം സ്വർഗമായി മാറുമെന്നല്ലേ മഹാന്മാരൊക്കെ പരിചയപ്പെടുത്തിയത്? ആമിന റളിയല്ലാഹു അൻഹയുടെ ഗർഭപാത്രം എത്ര വലിയ സൗഭാഗ്യം ചെയ്ത ഗർഭപാത്രമാണ്. ആ ശരീരം എത്രമേൽ വലിയ സൗഭാഗ്യവതിയുടെ ശരീരമാണ്. അവിടുന്ന് വഹിച്ചത് ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകാശത്തെയാണ്. ഖുർആൻ നൂറെന്ന്, മുബശ്ശിറെന്ന്, നസീറെന്ന് വ്യത്യസ്തമായ ചിന്തനീയമായ സ്നേഹവാക്യങ്ങളുടെ ഖുർആൻ പരിചയപ്പെടുത്തിയ ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുമന്ന ശരീരമല്ലേ ആമിന ബീവിയുടെ ശരീരം? ഗർഭകാലത്ത് വ്യത്യസ്തമായ മാസങ്ങളിൽ അമ്പിയാക്കളുടെയും മഹാന്മാരായ മലായിക്കത്തിൻ്റെയും സന്ദേശം അനുഭവിച്ചവരാണല്ലോ ആ ഉമ്മ. ആ മഹദിയോടൊപ്പം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ ചേരാൻ നമുക്കും കഴിയണം. നമ്മുടെ ഹൃദയത്തോട് അവരെയും നാം ചേർത്തി വെക്കണം. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.